സംസ്ഥാനത്തെ ജയിലുകൾ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥയിലാണ് എന്ന് പറയേണ്ടി വരും. അവിടെ സൗകര്യങ്ങളൊക്കെ പരിമിതമാണ്. ഈ ഗോവിന്ദച്ചാമി വെറുതെ അങ്ങ് ജയിൽ ചാടിയതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അവിടെ കൃത്യമായ കാരണങ്ങൾ അതിനുണ്ട്. ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ജയിലിലെ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം വളരെ പരിമിതമാണ്. ജയിലുകളുടെ സൗകര്യം പരിമിതമാണ്. ജയിലുകൾ എന്നാൽ താമസിക്കുന്ന തടവുപുള്ളികളുടെ എണ്ണം അപരിമിതവുമാണ്. വലിയ സംഖ്യയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഇത് ഒരു സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംവിധാനങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാരുകൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത്. അതെ, അങ്ങനത്തെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമാണ് ഈ ഒരു വിഷയം ഉയർന്നു വരുന്നത്. ഇപ്പോൾ ഇതിന് മുമ്പ് ആരെങ്കിലും ചാടിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ചർച്ച ചെയ്യുന്നു. ഇനി ഇതിപ്പോൾ നമ്മൾ പോലും സംസാരിച്ച് ഈ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കില്ല. ഇതിനെക്കുറിച്ച് ആകെ ആവലാതിപ്പെടുന്നത് ഇതിനകത്ത് ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ മാത്രമായിരിക്കും. ഇവരെവിടെയൊക്കെ ഇതെല്ലാം പറയണമോ, ഇവർക്ക് എന്തെല്ലാം ആവശ്യമുണ്ട്, എന്തെല്ലാം പോരായ്മകളുണ്ട് എന്ന് പറയണമോ, ഇതെല്ലാം പറയുകയും അതൊന്നും ചെയ്തു കൊടുക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ 4 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 4 പേരെ സസ്പെൻഡ് ചെയ്യുമ്പോഴും അതിലവിടെ പോരായ്മ എന്തെന്നുള്ളത് ഇതുവരെയും ആരും പറയുന്നില്ല, സംസാരിക്കുന്നില്ല എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ആകെ വേണ്ടതിൻ്റെ 4-1 സ്റ്റാഫ് സ്ട്രെങ്ത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് പറയുന്നത്. കേരളത്തിലെ ജയിലുകളിൽ ഉള്ളത് അത്രയും മാത്രമാണ്. അപ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾ ആരും പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി കൂടി ജയിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ ജയിലുകളാണെങ്കിൽ തടവുകാരെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. സംസ്ഥാനത്തെ ജയിലുകളുടെ ആകെ അംഗീകൃത പാർപ്പിട ശേഷി എന്ന് പറയുന്നത് 7367 മാത്രമാണ്. നിലവിൽ അത് 10,375 തടവുകാരാണുള്ളത്. അതായത് ഒരു 3000-ത്തിലധികം പേരുടെ കൂടുതലുണ്ട്. വർധന അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ശേഷിയുടെ 25% ഇത് വരും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തെക്കൻ കേരളത്തിൽ അംഗീകൃത ശേഷി എന്ന് പറയുന്നത് 1693 ആയിരിക്കുമ്പോൾ 3250 തടവുകാർ നിലവിലുണ്ട്. ഇത് ഇരട്ടിയോളം വരും. ഇനി മധ്യമേഖലയിലേക്ക് വരുമ്പോൾ അംഗീകൃത ശേഷി എന്ന് പറയുന്നത് 2346 ആയിരിക്കുമ്പോൾ 3249 തടവുകാർ ജയിലുകളിൽ കഴിയുകയും ചെയ്യുന്നു. ഉത്തരമേഖലയിലേക്ക് വരുമ്പോഴാകട്ടെ 2689 എന്നുള്ളത് 3358 എന്ന രീതിയിലാണ് തടവുകാരുടെ കണക്കുകളുള്ളത്. കേരളപ്പിറവി സമയത്ത് നമുക്ക് ആകെ 4 പോലീസ് ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 14 ആയിട്ടുണ്ട്. കോടതികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ജയിലുകളുടെ എണ്ണത്തിലും അതിൻ്റെ പദവിയിലോ ഒന്നും ആവശ്യത്തിനുള്ള ശേഷി അല്ലെങ്കിൽ വർധന ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കേരളപ്പിറവിക്ക് ശേഷം 2022 മാത്രമാണ് ഒരു സെൻട്രൽ ജയിൽ ഉണ്ടായത്. അത് തവനൂരിലാണ് ഉണ്ടായിട്ടുള്ളത്. വിയൂരിൽ നല്ല സൗകര്യങ്ങളോടെ അതിസുരക്ഷാ ജയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ജീവനക്കാരുടെ കുറവ് കാരണം അവിടെ പൂർണ്ണശേഷിയിൽ അന്തേവാസികൾ, അതായത് തടവ് പുള്ളികളെ പാർപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. തടവുകാരുടെ എണ്ണം ക്രമാതീതമായിട്ട് ഇത്തരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജയിൽ ജീവനക്കാരുടെ എണ്ണം കുറയുക കൂടി ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പലതരത്തിലുള്ള കുറ്റവാളികളാണ്. അവരെ ഏത് സമയം എപ്പോൾ എന്ത് തരത്തിലുള്ള പ്രൊവോക്കേഷൻ ഉണ്ടാക്കുമെന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഈ പുള്ളികളുടെ കൂടെ കഴിയുമ്പോൾ അവരുടെ ജീവന് വരെ ആപത്തുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങളും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ 6 തടവുകാർക്ക് ഒരു പോലീസ് ഓഫീസറാണ് ഉണ്ടാവുക, 6 പേർക്ക്. ഇത് ജയിൽ ചട്ടവും കേന്ദ്ര നിയമപ്രകാരവും ഒക്കെ ഇത്തരത്തിലാണ്. അത് പ്രകാരം ജയിലുകളിലെ ഗാർഡിംഗ് ചുമതലകൾക്ക് മാത്രമായിട്ട് ഏകദേശം 5000-ലേറെ ജീവനക്കാർ വേണം. നിലവിൽ 1731 ജീവനക്കാർ മാത്രമാണ് ചുമതലയിലുള്ളത്. 10,375 തടവുകാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഒരു ദിവസം കുറഞ്ഞത് 5187 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരെ ആവശ്യമുണ്ട്. അത് നിലവിൽ ഇല്ല എന്നുള്ളതാണ് ഇത് നമുക്ക് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത്. സംസ്ഥാനത്തെ ജയിൽ വകുപ്പിൽ ആകെയുള്ളത് 1284 അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തിക മാത്രമാണ്. 1729 ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർമാർ വേണ്ടിടത്ത് വെറും 447 പേര് മാത്രമാണ് അവിടെയുള്ളത്.
ഇത് ജീവനക്കാർക്ക് അമിതഭാരവും അമിത ജോലിഭാരം ഉണ്ടാക്കുന്നു, എന്താ പറയുക, മാനസിക സംഘർഷം ഉൾപ്പെടെ ഉണ്ടാകുന്നുണ്ട്. ചില പോലീസുകാരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുള്ള സാഹചര്യം കൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. ഒരു പോലീസുകാരൻ, എനിക്ക് പേര് ഓർമ്മയില്ല, പ്രിയൻ ഒരുപക്ഷെ ഉണ്ടാകുമായിരിക്കാം, ഒരു പോലീസുകാരൻ അയാൾ ഇരുന്നിരുന്ന തസ്തികയിൽ നിന്ന് താഴേക്കുള്ള തസ്തികയിലേക്ക് ചോദിച്ചു വാങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. അത്രത്തോളം ജോലി സമ്മർദ്ദം ഉള്ളതുകൊണ്ട് ആ ഒരു ഉദ്യോഗസ്ഥൻ ചെയ്തതാണ്. ആ കുറഞ്ഞ തസ്തികയിലേക്ക് ചോദിച്ചു വാങ്ങി ജോലി മാറ്റം വാങ്ങി പോകുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായ സംസ്ഥാനമാണ് നമ്മുടേത്. എന്താ പറയുക, ഈ പറയുന്ന ആളുകളുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവർ പറയുമ്പോൾ നമ്മൾ അവർക്കത് ചെയ്തുകൂടെ, ഇവർക്ക് ഇവിടെ ചെയ്തുകൂടെ എന്ന് നമുക്ക് പുറത്തിരുന്ന് സംസാരിക്കാൻ ഒരുപക്ഷെ എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള തടവ് പുള്ളികളുടെയൊക്കെ കൂടെ പലരും അക്രമാസക്തരാകുന്ന തടവ് പുള്ളികളുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് മാസമായിട്ടേ ഉള്ളൂ ഈ പറയുന്ന ഗോവിന്ദച്ചാമി പോലും പുറത്തിറങ്ങാൻ വേണ്ടി നല്ല വെള്ളച്ചാമലിൻ്റെ ഭാഗമായിട്ട് അവിടെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള എത്രയോ പേരുടെ കൂടെയാണ് ഈ ഓഫീസർ, ഇത്രയും കുറവ് ഓഫീസർമാർ അവിടെ ജോലി ചെയ്യുന്നത്. നിലവിലുള്ള 57 ജയിലുകളാണ്. ഈ ജയിലുകളിലൊന്നും പാർപ്പിക്കാനാകാത്ത രീതിയിൽ എണ്ണം കൂടിയതോടുകൂടി 3 പുതിയ ജയിലുകൾ കൂടി നമ്മുടെ സംസ്ഥാനത്ത് വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. 3 എണ്ണമാണ് വരുന്നത്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, കോഴിക്കോട് ജില്ലയിലെ വടകര, പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എന്നിവിടങ്ങളിലാണ് ഈ ജയിലുകൾ വരുന്നത്. തളിപ്പറമ്പിൽ നിർമ്മാണം 60% പിന്നിട്ടു എന്നുള്ളതാണ്. വടകരയിൽ ജയിലിനായിട്ടുള്ള സ്ഥലം ഏറ്റെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. മണ്ണാർക്കാട് സ്ഥലം ഏറ്റെടുപ്പിനുള്ള നടപടികളൊക്കെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. ദിനം പ്രതി ഈ പറയുന്ന അന്തേവാസികൾ, അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതിനും മാത്രം കുറ്റകൃത്യം നടക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ വളരെ ആലോചിച്ച് നോക്കണേ. ഒരു ദിവസം പിടികൂടുന്നത്, ചിലപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ പോലീസുകാരൊക്കെ ആരെയും പിടികൂടാതെ ഇരിക്കുന്നത് ഒരുപക്ഷെ ഇവരെ ഒന്നും കൊണ്ടിടാൻ സ്ഥലമില്ലാത്തത് കൊണ്ടായിരിക്കും. അവരെ മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. 5 വർഷത്തിനിടെ നമ്മുടെ കേരളത്തിൽ ജയിലുകളിലെ അന്തേവാസികൾ, അതായത് തടവ് പുള്ളികൾ വർദ്ധിച്ചത് 40%. 40% വർദ്ധിച്ചു. കുറ്റകൃത്യങ്ങളും പെരുകിയതും നർക്കോട്ടിക് കേസുകൾ വർദ്ധിച്ചതും ഒക്കെയും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിക്കുന്നുണ്ട്. സത്യത്തിൽ വിഷം കഴിച്ച പോലുള്ള ഒരു അവസ്ഥയാണ് ഈ പോലീസ് ഓഫീസർമാരുടേത്, അല്ലേ? അത്തരത്തിലല്ലേ തോന്നേണ്ടത്? തീർച്ചയായും ജയിൽ ഉദ്യോഗസ്ഥരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. കാരണം ഇവർക്ക് ഈ പറയുന്ന നിയമത്തിൻ്റെ സംരക്ഷണം ഉണ്ട് എങ്കിൽ പോലും പലപ്പോഴും അവർ നേരിടേണ്ടത് കൊടും കുറ്റവാളികളെയാണ്. അപ്പോൾ അവരുടെ റൈറ്റ്സിനെ പറ്റി പറയാൻ ആരുമില്ല. അവരുടെ ഭാഗത്ത് പിഴവുണ്ടാകുമ്പോഴോ കൃത്യമായി സസ്പെൻഷൻ കിട്ടും. പക്ഷേ ഇവർ ഈ പറയുന്ന കണ്ടിന്യൂസ് ഡ്യൂട്ടി, ഈ പറയുന്ന ഇതുപോലെ ഇവർക്ക് പൊളിറ്റിക്കൽ റൈറ്റ് ഒന്നും ഇല്ലല്ലോ. ഹ്യൂമൻ റൈറ്റ്സ് പോലും ഈ ഫോഴ്സിന് കൊടുത്തിട്ടില്ല. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്, ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സിനകത്ത് വരുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഇവർക്കില്ല. ഇവർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമില്ല. കാരണം യൂണിഫോംഡ് ജോബാണ്. ഇപ്പോൾ പോലീസുകാരൻ വന്നിട്ട് പറയുന്നത് സർക്കാർ ശരിയില്ല എന്ന് പറഞ്ഞാൽ അവർ ജോലി പോകപ്പോഴേ. കാരണം അവർക്ക് ഈ പറയുന്ന റൈറ്റ്സ് ഇല്ല. കാരണം അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് പോലും പലപ്പോഴും ഇല്ല. പട്ടാളക്കാരോട് പറയുകയാണ്, പട്ടാളക്കാർക്ക് മനുഷ്യാവകാശം വേണ്ടേ, അവർ ഈ മഞ്ഞിൽ ജോലി ചെയ്ത്, അവർക്ക് മനുഷ്യാവകാശം ഇല്ല. അവർ മഞ്ഞിൽ ജോലി എടുക്കണം, ഇല്ലെങ്കിൽ വെയിലത്ത് ജോലി എടുക്കണം. കാരണം അവരങ്ങനെ ജോലി എടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, നമുക്ക് വേണ്ടി ത്യാഗം സഹിക്കണം. അതുകൊണ്ടാണ് അവർക്ക് ഉയർന്ന ശമ്പളവും ആനുകൂല്യങ്ങളും എല്ലാം കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലീസുകാരുടെ കാര്യവും മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളുടെ കാര്യവും ഇത്തരം സുരക്ഷാ ജീവനക്കാരുടെ കാര്യവും. ഈ പറയുന്ന ജയിൽ ഉദ്യോഗസ്ഥരൊക്കെ അവർ ജീവൻ പണയം വെച്ചല്ലേ അവിടെ നിൽക്കുന്നത്. അവർക്ക് ഈ പറയുന്ന ജോലിഭാരം കൂട്ടുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത്രയും എണ്ണം കുറവാണ്. ഏതാണ്ട് 10,000-4000 ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവാണ്. അത്രയും പേരെ നികത്താനായിട്ട് ഈ 1400 1300 പേര് ശ്രമിക്കുമ്പോൾ ഇരട്ടിയിലേറെ പണിയെടുക്കേണ്ടി വരും ജയിൽ ഉദ്യോഗസ്ഥർക്ക്. അപ്പം നരകതുല്യമായ ജീവിതമായിരിക്കണം ഈ പറയുന്ന ഈ ജോലിയിൽ അവർ വന്ന് കയറി എന്നുള്ളത് കൊണ്ട് മാത്രം അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ റൈറ്റ്സിനെ പറ്റി പറയാൻ ആരുമില്ല. അപ്പോൾ ഇവർ ചിലപ്പോൾ ഇവരുടെ ഈ പറയുന്ന കരയും വേണം കറിയും നന്നായിരിക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പോൾ ഇവരെന്ത് പറ്റും? ചിലപ്പോൾ ഇവരുടെ അരിശം തീർക്കുന്നത് തടവുകാരായിരിക്കും. അപ്പോൾ അവിടെ ഈ തിരുത്തപ്പെടേണ്ടവർ ചിലപ്പോൾ കൂടുതൽ ക്രിമിനലാവും. അപ്പോൾ വ്യവസ്ഥിതി ആദ്യം തിരുത്തേണ്ടത് കതിരുമേലല്ല വളം വയ്ക്കേണ്ടത്, താഴെ ശരിയാക്കണം. താഴെ ആവശ്യത്തിന് ജയിൽ ജീവനക്കാർ വേണം, അവർക്ക് സമ്മർദ്ദം കുറയണം, അവർക്ക് സുഖകരമായി പണിയെടുക്കാൻ കഴിയണം. അങ്ങനെ പണിയെടുക്കുമ്പോൾ ഇവർ മാന്യമായി പെരുമാറും. അങ്ങനെ പെരുമാറുമ്പോൾ കുറ്റവാളികളുടെ സ്വഭാവം നന്നാവും. അങ്ങനെ സ്വഭാവം നന്നാവുമ്പോൾ കുറ്റവാളികൾ പുറത്തേക്ക് ഇറങ്ങുന്നവർ മാന്യരായിട്ട് ജീവിക്കും. അപ്പോൾ കുറ്റവാളികളുടെ എണ്ണം കുറയും. അപ്പോൾ വീണ്ടും ജയിലുകളുടെ എണ്ണം കുറയ്ക്കും. അങ്ങനെയാണ് സർക്കാർ ചിന്തിക്കേണ്ടത്. ഇവിടെ സർക്കാർ എന്താ ഈ പറയുന്ന കുറച്ച് ആൾക്കാരെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കുക എന്ന് പറയും. സത്യം പറഞ്ഞാൽ ജയിൽ ജീവനക്കാരൊക്കെ സമരം ചെയ്യേണ്ട കാലമായി എന്ന് തോന്നുന്നു.
പോലീസുകാരൊക്കെ ഞാൻ ഒരെണ്ണത്തിൽ വായിച്ചത് മലം വരെ വാരി എറിയുന്ന തരത്തിലുള്ള അത്രയും അത്ര നികൃഷ്ടരായിട്ടുള്ള തടവ് പുള്ളികളുടെ കൂടെയാണ് ഇവര് ജോലി ചെയ്യുന്നത് അല്ലെ. അവരെയൊക്കെ മേയ്ക്കേണ്ടി വരിക എന്ന് പറയുന്നത് നല്ല വിദ്യാഭ്യാസമുള്ള മിനിമം ഇപ്പൊ ജയിലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഏറ്റവും കുറഞ്ഞത് മിനിമം ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ ആയിരിക്കും. അവർ ഈ പറയുന്ന ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് റാങ്ക് ലിസ്റ്റിൽ വന്ന് നിയമനം നേടി ഇവിടെ വരുന്നത് ഈ പറയുന്ന കഷ്ടപ്പാട് സഹിക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ലല്ലോ. അപ്പോൾ അതിന് കൃത്യമായ നടപടി സർക്കാർ എടുത്തില്ലെങ്കിൽ ഈ സിസ്റ്റം, ഈ ഗോവിന്ദചാമി ചാടിപ്പോയ സിസ്റ്റം അത് ഫെയിലിയറായ ഒരു സിസ്റ്റമായിട്ട് വീണ്ടും തുടരും. ഒരുപാട് പേര് ചാടിപ്പോകും. ജയിലുകൾ അരക്ഷിതമായ ഒരു കേന്ദ്രങ്ങളായി മാറാനുള്ള സാധ്യതയുണ്ട്. തിരുത്തൽ കേന്ദ്രമാക്കാൻ സർക്കാർ വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ.